നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പത്രങ്ങളിൽ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത, മലയാളം പത്രങ്ങളിലും ഇന്ത്യയിലെ ഏത് പത്രം എടുത്തു നോക്കിയാലും അതിലെല്ലാത്തിലും ഇതാണ് വാർത്ത. ഇലക്ട്രൽ ബോണ്ടുകളെ കുറിച്ചാണ്. എന്താണ് ഇലക്ട്രൽ ബോണ്ടുകൾ? ഇതിൽ അപകടകരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ച് BJP ഭയങ്കര രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കിയോ? അപ്പൊ ഇതൊക്കെ ആണ് ഇപ്പൊ പത്രങ്ങളിൽ നിറയുന്ന ചർച്ച എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നമ്മളുടെ സാധാരണ മനുഷ്യർക്ക് ഇതിനെക്കുറിച്ച് വലിയ വിവരമൊന്നും കാണത്തില്ല. അപ്പം എനിക്ക് അങ്ങനെ ഒരുപാട് വിവരം ഉണ്ടെന്നല്ല ഞാൻ അവകാശപ്പെടുന്നത്, പക്ഷേ എനിക്ക് ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാം. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പം ആദ്യം നമുക്ക് ഇലക്ട്രൽ ബോണ്ട് എന്താണെന്ന് നോക്കാം. ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞൊരു സംവിധാനം ഇന്ത്യയിൽ നിലവിൽ വരുന്നത് 2017-18 കാലഘട്ടത്തിലെ ബഡ്ജറ്റിലാണ് നമ്മളുടെ അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന ധനകാര്യ മന്ത്രിയായിരുന്ന അരുൺ ജെയ്റ്റ്ലി ഇത് അനൗൺസ് ചെയ്യുന്നത്. അനൗൺസ് ചെയ്ത് 2017-18 2018 ഇത് നിലവിൽ വരുന്നത്. ഇപ്പൊ 2017-18 ബഡ്ജറ്റിൽ ഇത് അനൗൺസ് ചെയ്യുന്നു, 18 ഇത് നിലവിൽ വരുന്നു. അപ്പൊ ഇത് നിലവിൽ വന്നതിന്റെ കാരണം ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഫണ്ടിങ്, അത് പണ്ടേ കിട്ടുന്നുണ്ട്. ഫണ്ടിങ് പണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും കള്ളപ്പണമായിട്ടാണ് കൊടുത്തുകൊണ്ടിരുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ ചിലപ്പോൾ നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ പോലും ഇത് സ്വീകരിക്കാറില്ലായിരുന്നു. സ്വീകരിക്കുന്നവരാണെങ്കിൽ പോലും ഈ പറഞ്ഞ വ്യവസായികളൊക്കെ പലപ്പോഴും അവരുടെ പണം പല രീതിയിൽ കള്ളപ്പണമാക്കി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിനൊരു പ്രോപ്പർ സംവിധാനം കൊണ്ടുവരണമെന്ന് പറഞ്ഞാണ് ഇത് കൊണ്ടുവരുന്നതാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അവകാശപ്പെട്ടത്. അപ്പൊ ഇതിന്റെ പരിപാടി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് എങ്ങനെയാണ് അതിന്റെ പദ്ധതി എന്ന് ചോദിച്ചാൽ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാത്രമാണ് ഈ ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നതിനുള്ള ഇന്ത്യയിലെ ബാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഇലക്ട്രൽ ബോണ്ടുകൾ, ഞാനിപ്പോൾ ഒരു വ്യവസായിയാണെന്ന്, വ്യവസായമല്ല, ഞാൻ സാധാരണക്കാരനാണെങ്കിലും വാങ്ങാം, ഞാൻ ഇങ്ങനെ വാങ്ങുന്നു. അപ്പം എത്ര രൂപയ്ക്കൊക്കെ വാങ്ങാൻ നമുക്ക് നോക്കാം. 1000 രൂപയുടെ ബോണ്ട് ഉണ്ടായിരുന്നു, 10,000 ഉണ്ടായിരുന്നു, 1 ലക്ഷത്തിന്റെ ഉണ്ടായിരുന്നു, 10 ലക്ഷത്തിന്റെ ഉണ്ടായിരുന്നു, 1 കോടിയുടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനൊരു വലിയ വ്യവസായി ആണെങ്കിൽ എനിക്ക് ഒരു 100 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് ഞാൻ SBI യുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നു. അപ്പൊ 100 കോടി രൂപയായില്ലേ? 100 കോടി രൂപയുടെ. അങ്ങനെ എനിക്ക് എത്ര ആയിരം കോടിയുടെ വേണമെങ്കിലും വാങ്ങാം. അതാണ് എന്റെ പ്രത്യേകത. അതിന് ലിമിറ്റ് ഇല്ല. അപ്പം ലിമിറ്റ് ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ പോരായ്മയായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം. മുമ്പ് ലിമിറ്റ് ഉണ്ടായിരുന്നു, ഇപ്പം അത് ലിമിറ്റ് ഇല്ലാതാക്കി. അതായത് എത്ര വേണമെങ്കിലും ഫണ്ടിങ് കൊടുക്കാന്നാക്കി. അപ്പം ഞാൻ ഒരു 100 കോടി രൂപ വാങ്ങുന്നു, ഞാൻ ഒരു പർട്ടിക്കുലർ പാർട്ടിക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പം ഞാൻ ആ പാർട്ടിയുടെ പേരിലായിരിക്കും SBI യുടെ കയ്യിൽ നിന്ന് ഈ ബോണ്ട് വാങ്ങുന്നത്. എന്നിട്ട് വാങ്ങിയിട്ട് എന്ത് ചെയ്യും? ഏത് പാർട്ടിയാണോ അത് കിട്ടുന്നത് അവര് 15 ദിവസത്തിനകം അവരുടെ അക്കൗണ്ടിൽ ഇത് എൻകാഷ് ചെയ്തോളണം, അവരുടെ അക്കൗണ്ടിൽ. അപ്പൊ അവരുടെ അക്കൗണ്ടിൽ എൻകാഷ് ചെയ്യുമ്പോൾ അവരുടെ അക്കൗണ്ടിൽ പൈസ വന്നു കഴിഞ്ഞാൽ അപ്പൊ അത് അക്കൗണ്ടബിൾ ആയില്ലേ? അതുകൊണ്ടാണ് ഇത് ട്രാൻസ്പെറന്റ് ആണെന്ന് ഗവൺമെന്റ് അവകാശപ്പെടുന്നത്, സുതാര്യമാണെന്ന്. കാര്യം അവരുടെ അക്കൗണ്ടിൽ പൈസ വരികയാണ്, ബാങ്ക് അക്കൗണ്ടിൽ. അത് അവരെന്തായാലും ഇലക്ഷൻ കമ്മീഷന്റെ മുന്നിലും ടാക്സ് അതോറിറ്റികളുടെ മുന്നിലും ഒക്കെ കണക്ക് കാണിക്കേണ്ടി വരും. അപ്പൊ അതാണ് ട്രാൻസ്പെറൻസി എന്ന് ഗവൺമെന്റ് അവകാശപ്പെടുന്നത്. അപ്പൊ എത്ര വേണമെങ്കിലും ഇങ്ങനെ ഫണ്ടിങ് SBI ഇങ്ങനെ വാങ്ങി നമുക്ക് പാർട്ടിക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ ഇതിൽ ഒരു പോരായ്മയായിട്ട് പറയാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാനാണ് ഡോണർ, ഞാനിപ്പോൾ ഒരു വലിയ വ്യവസായിയാണ്, പക്ഷെ എനിക്ക് എൻ്റെ ഡോണർ എന്ന് പറയുന്ന ഞാനാണെന്നുള്ള കാര്യം ആരും അറിയൂല ഇതിൽ. അതായത് ഗവൺമെന്റ് പറഞ്ഞത് പ്രൈവസി നിലനിർത്താൻ വേണ്ടിയിട്ട്, അതായത് ഞാനെന്ന് പറയുന്ന വ്യക്തിയുടെ സ്വകാര്യത നിലനിർത്താൻ വേണ്ടിയിട്ട് ഞാനാണ് ഇത് ഫണ്ടിങ് കൊടുക്കുന്നതെന്ന് ഇതിൻ്റെ അകത്ത് പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഈ ഡീറ്റെയിൽസ് ആർക്കും അറിയാൻ പറ്റില്ല, ആരാണോ കൊടുത്തതെന്ന്. BJPക്ക് ആണെങ്കിൽ 100 കോടി കിട്ടിയെങ്കിൽ അവർ അക്കൗണ്ടിൽ വരും, 100 കോടി അവരെ കിട്ടി, അത് അവർ അതിൻ്റെ ടാക്സ് ഒക്കെ അടയ്ക്കേണ്ടി വരും. പക്ഷേ ഞാനാണിത് കൊടുത്തതെന്ന് അറിയാൻ പറ്റില്ല. അപ്പം ഇതിനെതിരെ ആണ് ഈ പ്രശ്നം ഉണ്ടായത്. ഇതിൻ്റെ അകത്ത് ഞാൻ കൊടുക്കുന്ന പൈസ ഞാനാണ് കൊടുക്കുന്നതെന്ന് അറിയാൻ പറ്റാത്തത് കൊണ്ടുള്ള സുതാര്യത കുറവുണ്ട്. അത് അഴിമതിക്ക് കാരണമാവും, ബ്ലാക്ക് മണി അല്ലെങ്കിൽ കള്ളപ്പണത്തിന്റെ ഒഴുക്കിന് കാരണമാവും, പാർട്ടിക്ക് കള്ളപ്പണം കിട്ടാനൊക്കെ അത് സഹായിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യയിലെ ഒരു ഏജൻസി എന്ന് പറഞ്ഞാൽ ഒരു NGO ഇതിനെതിരെ കേസ് കൊടുക്കുകയാണ്. അതിന്റെ പേര് ADR എന്നാണ്, അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന് പറയുന്ന സംഘടനയാണ് ഈ കേസ് കൊടുക്കുന്നത്. അപ്പൊ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഇതിന്റെ വാദം കേൾക്കുന്നു. ഈ ഫെബ്രുവരി 15 അവരുടെ വിധി വരുന്നു. അവർ പറഞ്ഞു ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, അതുകൊണ്ട് ഇതിനെ റദ്ദാക്കുവാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഭരണഘടനാ വിരുദ്ധം എന്ന് വിധിക്കാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. വിധിക്കാനുള്ള കാരണമായിട്ട് മെയിനായിട്ട് 2-3 കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അത് ഞാനിവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും നിങ്ങൾക്ക്. ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഭരണഘടന നമുക്ക് തരുന്ന മൗലിക അവകാശങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ആർട്ടിക്കിൾ 19(1)A എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ ഉണ്ട്. അത് ആർട്ടിക്കിൾ 19(1)A എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിയാനുള്ള അവകാശമാണ്. അപ്പൊ നമ്മൾക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മളെ ഭരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടീസ് ഉള്ളത്. അപ്പൊ ഈ നമുക്ക് വേണ്ടിയിട്ടുള്ള നമ്മളുടെ ഭരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടീസ് വാങ്ങുന്ന ഫണ്ട് ഏത് സോഴ്സിൽ നിന്നാണ് കിട്ടുന്നതെന്ന് പൗരന്, നമ്മളെപ്പോലുള്ള വോട്ടർമാർക്ക്, സാധാരണക്കാരന് അറിയാനുള്ള അവകാശമുണ്ട്. ആ അവകാശം ഹനിക്കപ്പെടുന്നു ആർട്ടിക്കിൾ 19(1)A. കാര്യം എന്ന് വെച്ചാൽ ഡോണർ ആരെന്ന് പറയേണ്ടെന്ന് അല്ലേ ഇത് ആദ്യം പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് അറിയാനുള്ള അവകാശത്തിന് അവിടെ ഹനിക്കപ്പെടുന്നുണ്ട്, സത്യമാണ്. അപ്പൊ ആർട്ടിക്കിൾ 19(1)A വയലേഷൻ ഉണ്ടെന്ന് സുപ്രീം കോടതി കണ്ടെത്തുന്നു.
ഇനി രണ്ടാമത്തെ കാരണം സുപ്രീം കോടതി പറഞ്ഞ ആർട്ടിക്കിൾ 14, ഇത് നമ്മളുടെ മൗലികാവകാശങ്ങളിലുള്ളതാണ്. ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത് റൈറ്റ് ടു ഇക്വാലിറ്റി, അല്ലെങ്കിൽ തുല്യതയ്ക്കുള്ള അവകാശം. ഇത് നഷ്ടപ്പെടുന്നുണ്ട് ഇതിൻ്റെ അകത്തുനിന്നും സുപ്രീം കോടതി പറയുന്നുണ്ട്. അത് തുല്യതയ്ക്കുള്ള അവകാശം നഷ്ടപ്പെടുന്ന എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാനിപ്പോൾ ഒരു വലിയ വ്യവസായി, എനിക്ക് 100 കോടി രൂപ ഫണ്ടിങ് കൊടുക്കാൻ പറ്റും നമ്മളുടെ പൊളിറ്റിക്കൽ പാർട്ടിയൊക്കെ. പക്ഷേ എന്നെക്കാളും ഒരു ചെറിയ വ്യവസായി, അയാൾക്ക് ഒരു 25 ലക്ഷം കൊടുക്കാൻ പറ്റുന്നുള്ളൂ. ഇനി ഒരു സാധാരണക്കാരനായ ഒരാൾ, അയാൾക്ക് 1000 രൂപയെ കൊടുക്കാൻ പറ്റുന്നുള്ളൂ. ഒരു പാവപ്പെട്ട ഒരാൾ, അയാൾക്ക് ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒരു സാഹചര്യമാണെന്ന് കരുതിക്കോ. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? പാർട്ടികളുടെ മുന്നിൽ ഭരിക്കുന്നവരാണെങ്കിലും ഭരിക്കാത്തവരാണെങ്കിലും കോടികൾ, പിന്നെ ലിമിറ്റും ഇല്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പോൾ കോടികൾ കൊടുക്കാൻ പറ്റുന്ന ഒരാൾ, കോടികൾ കൊടുക്കാൻ പറ്റാത്ത ഒരാൾ, ഒന്നും കൊടുക്കാൻ പറ്റാത്ത ഒരാൾ. അപ്പം അവിടെ അൺഈക്വൽ ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ആയിരിക്കും ഈ ഭരിക്കുന്ന പാർട്ടിയുടെയോ അല്ലെങ്കിൽ നമ്മളെ റെപ്രസെന്റ് ചെയ്യുന്ന പാർട്ടിയുടെ മുകളിൽ ഈ നമുക്ക് ചെലുത്താൻ പറ്റുന്ന. വ്യവസായിക്ക് വൻ സ്വാധീനം ചെലുത്താൻ പറ്റുമ്പോൾ ചെറിയ വ്യവസായിക്ക് ചെറിയ സ്വാധീനം ചെലുത്താൻ പറ്റുന്നു, പാവപ്പെട്ടവന് ഒരു സ്വാധീനം ചെലുത്താൻ പറ്റുന്നില്ല. അപ്പം 14 നമ്മളുടെ റൈറ്റ് ടു ഇക്വാലിറ്റി അല്ലെങ്കിൽ തുല്യതയ്ക്കുള്ള അവകാശത്തിന്റെ വയലേഷൻ അവിടെ സംഭവിക്കുന്നതാണ്. പിന്നെ ഒരു കാര്യം കൂടിയാണ് സുപ്രീം കോടതി പറഞ്ഞത്. നമ്മൾ ഇംഗ്ലീഷിൽ അതിന് ക്വിഡ് പ്രോ ക്വോ എന്ന് പറയും. ക്വിഡ് പ്രോ ക്വോ എന്ന് പറഞ്ഞാൽ മലയാളത്തില് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണം എന്ന് പറഞ്ഞൊക്കെ നമ്മൾ പറയൂല. അതായത് നമ്മൾ എന്തെങ്കിലും തിരിച്ച് പ്രതീക്ഷിച്ചുകൊണ്ട് വലിയ സമ്മാനം അങ്ങോട്ട് കൊടുക്കുന്നു. അപ്പം അങ്ങനെ വലിയ സമ്മാനം കിട്ടുന്നവൻ തിരിച്ച് എന്തെങ്കിലും ചെയ്തു കൊടുക്കാനുള്ള ഒരു ചാൻസും ഉണ്ട്. അപ്പം ആ ഒരു സാധ്യതയും ഇതിന്റെ അകത്ത് ഉണ്ട് എന്ന് പറഞ്ഞാണ് സുപ്രീം കോടതി ഇത് ഭരണഘടനാ വിരുദ്ധം എന്ന് പറഞ്ഞിട്ടുണ്ട് ഫെബ്രുവരി 15, 2024, അതായത് കഴിഞ്ഞ മാസം ഇത് ബാൻ ചെയ്തത്. അങ്ങനെ റദ്ദാക്കിയതിനു ശേഷം SBIയോട് നമ്മളുടെ സുപ്രീം കോടതി ഒരു കാര്യം പറഞ്ഞു. അതായത് SBI ആണല്ലോ ഇത് കൊടുത്തുകൊണ്ടിരുന്നത്, SBIക്ക് മാത്രമേ ഇതിനുള്ള അവകാശമുള്ളായിരുന്നു. അപ്പോൾ SBI ഒരു കാര്യം ചെയ്യുക, 2019 തൊട്ട് 2024 വരെ ഇതുവരയ്ക്കും ആരൊക്കെയാണ് ഈ ബോണ്ട് വാങ്ങിയിട്ടുള്ളത്, ആർക്കൊക്കെയാണ് ഇത് കൊടുത്തിട്ടുള്ളത്, ഇതിന്റെ എല്ലാം ഡീറ്റെയിൽസ് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ SBI പറഞ്ഞു അങ്ങനെ ഡീറ്റെയിൽ കൊടുക്കാൻ ഞങ്ങളിലില്ല, ഞങ്ങളിലുള്ളത് ഈ ബോണ്ട് ഇഷ്യൂ ചെയ്തതിന്റെ ഡീറ്റെയിലും ഇത് കിട്ടിയ ആൾക്കാരുടെ ഡീറ്റെയിലൊക്കെ ആണ്. വ്യക്തമായിട്ട് ഇതിനെ തരംതിരിച്ചില്ല. അതായത് ഇന്ന പാർട്ടിക്ക് ഇന്ന ആള് കൊടുത്തു എന്നുള്ള രീതിയിലില്ല. അപ്പം SBI നമ്മളുടെ സുപ്രീം കോടതി പറയുന്നു നിങ്ങളുടെ കയ്യിലുള്ള ഡീറ്റെയിൽ തരാൻ. അപ്പം ഡീറ്റെയിൽ തരാൻ വേണ്ടിയിട്ട് ഒരു ഡേറ്റും പറയുന്നു. മാർച്ച് 6 ഡീറ്റെയിൽ കൊടുക്കണം. മാർച്ച് 13 ഈ ഡീറ്റെയിൽ കൊടുക്കേണ്ടത് ആർക്കാണ്? സുപ്രീം കോടതിക്ക് അല്ല കൊടുക്കേണ്ടത്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്കാണ് കൊടുക്കേണ്ടത്. മാർച്ച് 6 SBI ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് അത് കൊടുക്കുന്നു. മാർച്ച് 13 ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അവരുടെ സൈറ്റിൽ ഇത് പബ്ലിഷ് ചെയ്ത്. ഇങ്ങനെയാണ് നമ്മളുടെ സുപ്രീം കോടതി പറഞ്ഞത്. പക്ഷേ അപ്പോൾ SBI അതെല്ലാം അംഗീകരിച്ചു പോകുന്നു. പക്ഷെ അവസാനം ഇത് കൊടുക്കേണ്ട ദിവസത്തിന് 2 ദിവസം മുമ്പ്, അതായത് മാർച്ച് 4 SBI കോടതിയിൽ വന്നിട്ട് പറയുന്നു ഇനി സമയം വേണം, ജൂൺ വരെ സമയം വേണം. പക്ഷേ സുപ്രീം കോടതി പറയും ഇല്ല, അത് അംഗീകരിക്കാൻ പറ്റൂല, നിങ്ങൾക്ക് കോടതി അലക്ഷ്യമാണ് നിങ്ങൾ കാണിക്കുന്നത്, നിങ്ങൾക്കെതിരെ കോടതി അലക്ഷ്യം അല്ലെങ്കിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ചാർജ് ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കൊടുക്കാൻ പറയും. SBI തൊട്ടടുത്ത ദിവസം ഈ ഡീറ്റെയിൽ കൊടുക്കുന്നു ഇലക്ഷൻ കമ്മീഷന്. ഇലക്ഷൻ കമ്മീഷൻ ഇത് അവരുടെ വെബ്സൈറ്റിൽ പബ്ലിഷും ചെയ്യുന്നു. അപ്പൊ ഇതുവരെയാണല്ലോ കഥ. അപ്പൊ സ്വാഭാവികമായിട്ട് പൊളിറ്റിക്കൽ പാർട്ടിക്ക് കിട്ടിയ ഫണ്ടിന്റെ ഡീറ്റെയിൽസ് വെളി വന്നിട്ടുണ്ട്, എത്ര രൂപ വീതം ഓരോ പാർട്ടിക്കും കിട്ടിയെന്ന്. അപ്പൊ നോക്കുമ്പം ഏതാണ്ട് 6000-ഓളം കോടി രൂപ ആർക്ക് കിട്ടി? നമ്മളുടെ ഭരിക്കുന്ന പാർട്ടിയായ BJPക്ക് കിട്ടി. ഇനി രണ്ടാം സ്ഥാനം, ഞാൻ ആദ്യത്തെ 3 സ്ഥാനക്കാരെ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. രണ്ടാം സ്ഥാനത്ത് കിട്ടിയേക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ ബംഗാൾ മാത്രം ഭരിക്കുന്ന പാർട്ടിക്കാണ്. അവർക്ക് 1609 കോടി രൂപ. 1609 കോടി രൂപ. മൂന്നാം സ്ഥാനത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പാർട്ടിയായ കോൺഗ്രസ്, അവർക്ക് 1421 കോടി രൂപ. എന്ന് മാത്രമല്ല ഇന്ത്യയിൽ CPM ഒഴിച്ച് ബാക്കി ഒരുവിധമുള്ള എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികൾക്കും ഈ പറഞ്ഞ ഫണ്ടിങ് കിട്ടിക്കഴിഞ്ഞു. CPM മാത്രം പറഞ്ഞ ഒരു സ്റ്റാൻഡ് ഇലക്ട്രൽ ബോണ്ട് അത് അത്ര നല്ലതായിട്ട് നമുക്ക് തോന്നില്ല, അതുകൊണ്ട് നമുക്ക് അതുവഴിയുള്ള ഫണ്ടിങ് വേണ്ടെന്ന്. പക്ഷേ CPM ഇതിൽ അത്ര ക്ലീൻ അല്ല എന്ന് മനസ്സിലായ കാര്യം, നമ്മളെ ഇന്ത്യയിലെ തമിഴ്നാട് ഭരിക്കുന്ന പാർട്ടിയായ DMK 91%, അവരെ മൊത്തം ഫണ്ടിങ്ങിന്റെ 91% ഈ ഇലക്ട്രൽ ബോണ്ട് വഴിയാണ് വാങ്ങിയത്. അതിൽ നിന്ന് 25 കോടി രൂപ അവർ CPM-നും CPI-ക്കും ആയിട്ട് സംഭാവനയായിട്ട് നൽകിയെന്ന് BJPയുടെ നേതാക്കന്മാർ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഞാൻ ഈ ചാനൽ ചർച്ചകളിൽ ഈ പറഞ്ഞ പ്രതിനിധികൾ തങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ പരസ്പരം അവരത് സമ്മതിക്കുന്ന രീതിയിൽ അത് കണ്ടത്. അതുകൊണ്ട് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ DMK-യുടെ കയ്യിൽ നിന്ന് 25 കോടി നമ്മളെ ഈ പറഞ്ഞ പാർട്ടിയേക്കും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട് ഇലക്ട്രൽ ബോണ്ടിന്റെ ബെനിഫിറ്റ് CPM-ന് കിട്ടും. എന്നാലും CPM-നെ നമുക്ക് കുറച്ചൊക്കെ ഇതിൽ സമ്മതിക്കേണ്ട ഒരു കാര്യം. അവർ പറഞ്ഞു ഞങ്ങൾക്കിത് വേണ്ട, കാര്യം ഞങ്ങൾ ഈ ഒരു ഫണ്ടിങ് രീതി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും DMK ഇത് കിട്ടിയിട്ടുണ്ടെന്ന് പറയപ്പെടും. പക്ഷെ നമ്മളിതിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ BJPക്ക് ഇതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ BJP മാത്രമാണ് ഇത് വലിയ പുള്ളി, അതുകൊണ്ട് അവർ മാത്രമാണ് ഇതിന്റെ എന്താ പറയുന്നത് ഇതിന്റെ ബെനിഫിറ്റ് എടുത്ത വലിയ അഴിമതി കാണിച്ചവർ എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ ഒരു ചർച്ച, പ്രത്യേകിച്ച് കേരളത്തിൽ വരുന്നത്. പക്ഷേ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക, ഇന്ത്യ
മൃഗീയ ഭൂരിപക്ഷത്തിൽ ഭരിക്കുന്ന പാർട്ടിയാണ് BJP. അതായത് BJPക്ക് 303ഓളം സീറ്റുകൾ ഉള്ളപ്പോൾ കോൺഗ്രസിന് വെറും 50ഓളം സീറ്റുകൾ ലോക്സഭയിലുള്ളൂ. ഇനി രണ്ടാമതായിട്ട് ഇന്ത്യയിലെ മൊത്തം സ്റ്റേറ്റുകളിൽ പകുതിയിൽ കൂടുതൽ സ്റ്റേറ്റുകൾ ഭരിക്കുന്ന BJP ആണ്. 15ലധികം സ്റ്റേറ്റുകൾ അവർ നേരിട്ടോ അല്ലെങ്കിൽ അവരുടെ കൂട്ടുകക്ഷികൾ വഴിയോ അവർ ഭരിക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ ഇപ്പോൾ കോൺഗ്രസിന് കിട്ടിയ 1400 കോടി അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന് കിട്ടിയ 1600 കോടി, അതിന്റെ 4 ഇരട്ടി BJP കിട്ടുന്നതിന് വല്ല അതിശയമുണ്ട്. അവരാണല്ലോ കൂടുതൽ സ്ഥലങ്ങൾ ഭരിക്കുന്നത്, ഇന്ത്യ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഭരിക്കുന്നത്. അപ്പോൾ 1/4 ഇവർക്ക് രണ്ടുപേർക്കും കിട്ടിയിരിക്കുകയാണ്. ബംഗാൾ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് മാത്രം ഭരിക്കുന്ന തൃണമൂൽ കോൺഗ്രസിനും അതുപോലെ ഇന്ത്യയിലെ 3 സ്റ്റേറ്റുകൾ മാത്രം ഭരിക്കുന്ന കോൺഗ്രസിനും, തെലങ്കാന, കർണാടക, അതുപോലെ ഹിമാചൽ പ്രദേശ്, ഈ 3 സ്റ്റേറ്റുകൾ അവർ ഭരിക്കുന്നുള്ളൂ. ലോക്സഭയിലാണെങ്കിൽ തീരെ റെപ്രസെന്റേഷൻ ഇല്ല. അപ്പൊ പിന്നെ നമുക്ക് ആർക്കും പരസ്പരം കുറ്റപ്പെടുത്താനുള്ള അവകാശമില്ല ഈ കാര്യത്തിൽ. കാരണം ഇന്ത്യയിലെ പൊളിറ്റിക്കൽ പാർട്ടികൾക്കെല്ലാം, CPM ഒഴിച്ച് ബാക്കി എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിക്കും അവരുടെ വലിപ്പത്തിനനുസരിച്ചുള്ള വലിയ ഫണ്ടിങ് എല്ലാവർക്കും ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആർക്കും കുറ്റം പറയാനുള്ള ആവശ്യമില്ല. നമ്മളെ മലയാളത്തിലൊരു ചൊല്ലുണ്ട്, അമ്പ് കൊല്ലാത്തവരല്ല കുരുക്കളിൽ എന്ന്. അതേ അവസ്ഥയാണ് ഈ പൊളിറ്റിക്കൽ പാർട്ടീസിനെല്ലാം. ഇനി ആരെങ്കിലും ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടികൾ ഈ ഫണ്ടിങ് കൊടുത്ത ആൾക്കാർക്ക് സഹായം ചെയ്തതിന്റെ പേരിൽ ക്രൂശിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളും ഭരിക്കുന്ന പാർട്ടികളും ഒപ്പം കേന്ദ്രം ഭരിക്കുന്ന BJPയും ചിലപ്പോൾ അതിന്റെ പേരിൽ ആരോപണ വിധേയരാക്കാം. അല്ലാതെ കേന്ദ്രം ഭരിക്കുന്ന നമ്മളുടെ BJP മാത്രമാണ് ഇതിൽ കുറ്റക്കാരാവുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനും ഇത്രയും ഫണ്ടിങ് വ്യവസായികൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് എല്ലാവരും എന്തായാലും പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കും. അപ്പൊ ഈ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടിയേക്കും ഒക്കെ ഇതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ കൊടുക്കൽ വാങ്ങലുകൾ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ക്വിഡ് പ്രോക്യോ നടത്തി കാണും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു നല്ല പൊളിറ്റിക്കൽ പാർട്ടി മറ്റു പൊളിറ്റിക്കൽ പാർട്ടീസ് എല്ലാം മോശം, അല്ലെങ്കിൽ കുറച്ച് പാർട്ടികൾ ഇതിന്റെ പേരിൽ അഴിമതി കാണിച്ചു, വേറെ പാർട്ടികൾ അഴിമതി കാണിച്ചില്ല എന്നൊരു നറേറ്റീവ് കൊണ്ടുവരുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം എല്ലാവരും ഇത് വാങ്ങിയിരിക്കുകയാണ്, വലിയ എമൗണ്ട് ആയിട്ട് അവർ വാങ്ങിയിരിക്കുന്ന കോടികൾ. ഇനി ഇത് കൊടുത്ത വ്യവസായികൾ ആരെന്തെങ്കിലും കൂടെ നമുക്ക് പരിശോധിക്കാം. ഇനി ഇതുവരെ പുറത്തു വന്ന വിവരം അനുസരിച്ച് നമ്മളാരും പ്രതീക്ഷിക്കാത്ത ആൾക്കാരാണ് ഇതിൽ കൂടുതൽ ഫണ്ടിങ് കൊടുത്തേക്കുന്നത്. നമ്മൾ കേരളത്തിലൊക്കെ വലിയ വിവാദ നായകനായിട്ട് മാറിയ സാന്റിയാഗോ മാർട്ടിൻ എന്ന് പറയുന്ന ലോട്ടറി രാജാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വ്യവസായിയുണ്ട്. ഏതാണ്ട് 1800 കോടിയിൽ കൂടുതൽ അയാൾ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അത് ആർക്കാണ് കൊടുത്തതെന്ന് അറിഞ്ഞൂടാ. ഇതൊക്കെ ഇനി അറിയാൻ ഒരു പക്ഷെ പറ്റുമായിരിക്കും. പിന്നീട് കൂടുതൽ കൊടുത്തേക്കുന്ന മേഘ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു കമ്പനി, അതെനിക്ക് തോന്നുന്നു ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണെന്നാണ് എൻ്റെ വിശ്വാസം, ഒരു കൺസ്ട്രക്ഷൻ കമ്പനി അവര്. പിന്നെ നമ്മൾ കേരളത്തിലെ കിറ്റക് സാബു 25 കോടിയോളം, മുത്തൂറ്റ് പോലുള്ള കമ്പനികൾ, ഇവരെല്ലാവരും കൊടുത്തിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച ബിഗ് ഷോട്ടുകളായ അദാനി അംബാനി ഒന്നും കൊടുത്തതായിട്ട് കാണുന്നില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഷെൽ കമ്പനികൾ എന്നറിയപ്പെടുന്ന കമ്പനികളുണ്ട്. നമുക്കറിയാം ഈ ഇടയ്ക്ക് വലിയതായിട്ട് നമ്മൾ മലയാളികളൊക്കെ അതിനെക്കുറിച്ച് നമ്മൾ കേട്ടായിരുന്നു. ഈ ഇടയ്ക്ക് പറഞ്ഞിരുന്ന നമ്മളുടെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി ഷെൽ കമ്പനിയാണ് നമുക്ക് ഒരു ആരോപണം വന്നു. അതൊക്കെ ഇപ്പൊ SFIയുടെ അന്വേഷണം നടക്കുകയാണ്. അതിനുശേഷം അറിയാം ഷെൽ കമ്പനി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, കടലാസ് കമ്പനികൾ നമ്മൾ രൂപീകരിച്ചിട്ട് അതുവഴി ഫണ്ടിങ് കൊടുക്കുക, അല്ലെങ്കിൽ അതുവഴി ഈ അഴിമതി നടത്തുക, അതുവഴി കള്ളപ്പണം വെളുപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഈ അംബാനി അദാനിക്ക് ഏതെങ്കിലും ഷെൽ കമ്പനി യൂസ് ചെയ്ത് അങ്ങനെ ഫണ്ടിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി അറിയാം. അതിന്റെയൊക്കെ അന്വേഷണം നടക്കട്ടെ. അതിനു മുമ്പേ നമ്മൾ ഓരോരോ കൺക്ലൂഷനിൽ എത്തുന്നത് ശരിയല്ല. അപ്പൊ എന്തായാലും ഇതാണ് ഈ കൊടുത്ത വ്യവസായികളുടെ ഡീറ്റെയിൽസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ഫൈനൽ പൊസിഷൻ, ഇതുവരെയുള്ള നമ്മളുടെ ലാസ്റ്റ് നടപടികളിൽ എന്താണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് ഇതിന്റെ അവസ്ഥ എന്നുള്ള ഒരു കാര്യം കൂടെ നമുക്ക് പറയാം. ഇനി അവസാനം പുറത്തു വന്നിരിക്കുന്ന വാർത്ത SBIയോട് പിന്നീട് നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു ആൽഫ ന്യൂമറിക് കോഡിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ബോണ്ടുകൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ ആ ആൽഫ ന്യൂമറിക് കോഡ് കിട്ടിക്കഴിഞ്ഞാൽ ഏത് വ്യവസായി അല്ലെങ്കിൽ ഏത് വ്യവസായ ഗ്രൂപ്പ് ഏത് പാർട്ടിക്ക് ഫണ്ട് കൊടുത്തെന്ന് അറിയാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ആൽഫ ന്യൂമറിക് കോഡും കൂടെ കൊടുക്കാൻ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി SBIയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ഇതിൽ SBI ഈ ഇടയ്ക്ക് കോടതിയിൽ തന്നെ പറഞ്ഞിരുന്നു ഈ ആൽഫ ന്യൂമറിക് കോഡ് അവർ സൂക്ഷിക്കാറില്ല. കാര്യം നമ്മളുടെ നിയമം തന്നെ അങ്ങനെയായിരുന്നു, ഈ ആൽഫ ന്യൂമറിക് കോഡ് സൂക്ഷിക്കാൻ പാടില്ലെന്നായിരുന്നു. കാരണം അത് വഴി ഐഡന്റിറ്റി വെളിപ്പെടുത്തപ്പെടും. അപ്പം ഈ ഐഡന്റിറ്റി വെളിപ്പെടുത്താത്തത് കൊണ്ടാണ് ഈ ഒരു ഫണ്ടിങ് പിന്നീട് വഴി വ്യവസായികൾ ഒരുപാട് ഫണ്ടിങ് ഒക്കെ ഇങ്ങനെ പാർട്ടിക്ക് കൊടുക്കാൻ തയ്യാറായെന്ന് പറയപ്പെടുന്നത്. കാര്യം ഈ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്താണ് പ്രശ്നം? ഇതാണ് ഈ നിയമം എങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിനെ അനോണിമസ് ആക്കാനുള്ള ഒരു കാരണം ഇതാണ്. അതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇപ്പം ഞാനൊരു വ്യവസായിയാണ്, ഞാനിപ്പോൾ കേരളത്തിൽ നിന്നുള്ളൊരു വ്യവസായിയാണ്. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും BJPയുടെ അനുകൂല ആണ് അല്ലെങ്കിൽ കോൺഗ്രസിന് അനുകൂലിയാണ് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളെന്ന് കരുതിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഏറ്റവും കൂടുതൽ ഫണ്ടിങ് കൊടുക്കുന്നത് എന്തായിരിക്കും? ഞാൻ BJPക്ക് കൊടുത്തു 100 കോടി രൂപ. പക്ഷേ കേരളം ഭരിക്കുന്ന CPMന് ഞാൻ ഒരു 20 crores കൊടുത്തുള്ളൂ. ഇത് എൻ്റെ ഐഡന്റിറ്റി, ഞാൻ ഇങ്ങനെയാണ് ഫണ്ടിങ് കൊടുത്തേക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നാളെ കേരളത്തിൽ എനിക്ക് ബിസിനസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുകൾ നേരിടും. അതായത് ഭരണം മാറിയാലോ അല്ലെങ്കിൽ ചിലപ്പോൾ ഭരിക്കുന്ന പാർട്ടിയൊക്കെ ഒക്കെ ഇങ്ങനെയുള്ള പ്രതികാര നടപടികൾ സ്വീകരിക്കാൻ പറ്റും. അപ്പൊ അതുണ്ടാവാതിരിക്കാനാണ് ഈ ഒരു
അനോണിമിറ്റി ഇതിൽ കൊണ്ടുവന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആൽഫ ന്യൂമറിക് കോഡൊന്നും സൂക്ഷിക്കരുതെന്നായിരുന്നു. അതുകൊണ്ട് ആൽഫ ന്യൂമറിക് കോഡ് SBIയുടെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞുകൂടാ. ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ സുപ്രീം കോടതിക്ക് അവർ കൊടുക്കേണ്ടി വരും, ഇല്ലാന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റത്തുമില്ല. അപ്പം ഇതാണ് ഇതിലെ നടപടികളിൽ ഏറ്റവും അവസാനമായിട്ട് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഏതാണ്ട് ഇലക്ട്രൽ ബോണ്ടുകളുടെ ആ ഒരു നാൾ വഴികളും അതിൻ്റെ കാര്യങ്ങൾ എന്തായിരുന്നെന്നും ഇന്ത്യയിലെ പാർട്ടികളെല്ലാം അതിൻ്റെ പേരിൽ പരസ്പരം പോരടിക്കുന്നുണ്ടെങ്കിൽ ഇവരെല്ലാവരും ഇതിൻ്റെ ബെനിഫിഷ്യറി ആയിരുന്നു എന്നുള്ള കാര്യവും കോടതിയിൽ ഇപ്പോഴത്തെ അവസാനത്തെ പൊസിഷനും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലുള്ള നമുക്ക് ഓരോരോ ന്യൂസുകളെടുത്ത് നമുക്ക് അനാലിസിസുമായിട്ട് അടുത്ത ദിവസങ്ങൾ വീണ്ടും കാണാം.